Good morning. In the previous class, we discussed about the limitation of Rutherford atomic model. So, after 2 years, that is on 1913, Niels Bohr proposed a new atomic model that is named as Bohr's atomic model. You know that in the case of Rutherford atomic model, he failed to explain about the stability of atom and also about the spectral lines. When we are thinking about the stability of atom, according to the Rutherford atomic model, the electron will revolve around nucleus, and after each revolution it will emit radiation and it will follow a spiral path, and it will ultimately it will go to the nucleus. It will falls on the nucleus. So what it is the main disadvantage of that Rutherford atomic model? He failed to explain about the stability of atom. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പോകുന്ന പാത്ത് എന്ന് പറയുന്നത് ഇതിന് ഇഷ്ടമുള്ള പാത്തിൽ റൊട്ടേറ്റ് ചെയ്യാം എന്നുള്ള റേഞ്ചിലായിരുന്നു റുദർഫോർഡ് പറഞ്ഞിരുന്നത്. അപ്പോഴാണ് ബോർ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ബോർ പറഞ്ഞത്, ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ്, ബട്ട് ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ സെർട്ടൻ സെലക്റ്റഡ് ഓർബിറ്റ്സ്. സെലക്ട് ചെയ്ത ചില ഓർബിറ്റിൽ മാത്രമേ ഈ ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സച്ച് ദാറ്റ് ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഈച്ച് ഓഫ് ദിസ് ഓർബിറ്റ് ഈസ് എ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. അപ്പം തോന്നിയ പോലെയൊന്നും ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ചില സെലക്റ്റഡ് ഓർബിറ്റ്സിൽ മാത്രമേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ കണ്ടീഷൻ എന്താണ്? അങ്ങനെ റൊട്ടേറ്റ് ചെയ്യപ്പെടുന്ന ഓർബിറ്റിനെ നോക്കുകയാണെങ്കിൽ ആ ഓർബിറ്റിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? h/2πയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് h/2πയോ 2h/2πയോ 3h/2πയോ ആണ്. ഇതാണ് ബോർ പ്രൊപ്പോസ് ചെയ്യുന്ന ക്വാണ്ടം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. യു നോ വാട്ട് ഈസ് ക്വാണ്ടൈസേഷൻ കൺസെപ്റ്റ്? ക്വാണ്ടം കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ക്വാണ്ടൈസ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള എന്താണ്? ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിക്ക് തോന്നിയ വാല്യൂ ഒന്നും വരാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു യൂണിറ്റിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാത്രമേ വരികയുള്ളൂ. ഇത് നമ്മൾ സോപ്പിൻ്റെ കാര്യമൊക്കെ വെച്ച് കഴിഞ്ഞ അല്ലെങ്കിൽ 1-2 ചാപ്റ്ററുകൾക്ക് മുമ്പ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ ഇൻ ദ കേസ് ഓഫ് ബോർ ആറ്റമിക് മോഡൽ, ബോറിൻ്റെ ക്വാണ്ടം കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ക്വാണ്ടം കൺസെപ്റ്റ് ഓഫ് ബോർ ആറ്റമിക് മോഡൽ. എന്താണ്? ആംഗുലാർ മൊമെന്റം ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. അങ്ങനെയുള്ള ഓർബിറ്റുകളിൽ മാത്രമേ ഇതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഇലക്ട്രോണ് റിവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ റുദർഫോർഡ് ആറ്റമിക് മോഡൽ എന്തായിരുന്നു? ഇതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു എന്നേ പറയുന്നുള്ളൂ. എങ്ങനെ റിവോൾവ് ചെയ്യുന്നു, ഏത് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നു എന്നൊന്നും പറയുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബോർ ആറ്റമിക് മോഡൽ, ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് ഓൺലി ഇൻ സെലക്റ്റഡ് സർക്കുലർ ഓർബിറ്റ്. In these orbits, the angular momentum of electron will be integral multiple of h/2π. അപ്പോൾ ഇതിൽ ഓരോ ഓർബിറ്റിനും നമ്മൾ പറയാം സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, when it is revolving in a particular orbit, the electron will not radiate energy. That means it will not absorb energy or it will not emit energy. അപ്പോൾ അങ്ങനെയുള്ള ഓർബിറ്റ് ആയതുകൊണ്ട്, അതായത് ആ ഒരു ഓർബിറ്റിൽ കറങ്ങുന്നിടത്തോളം കാലം ആ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ നെയ്മഡ് സ്റ്റേഷനറി ഓർബിറ്റ്സ്. അപ്പോൾ ബോറിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ബോറിൻ്റെ പോസ്റ്റുലേഷൻ അനുസരിച്ച് ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് ഇൻ ദ സെർട്ടൻ സെലക്റ്റഡ് സർക്കുലർ ഓർബിറ്റ്സ്, അല്ലേ? റുദർഫോർഡിന്റെ കൺസിഡറേഷൻ അനുസരിച്ചുള്ള കൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ന്യൂക്ലിയസിനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ബോറോ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് സെർട്ടൻ സെലക്റ്റഡ് സർക്കുലർ ഓർബിറ്റ്. ആ സെലക്റ്റഡ് സർക്കുലർ ഓർബിറ്റലിന്റെ കേസ് നോക്കുമ്പോൾ അതിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഫിക്സ്ഡ് ആണ്. അതായത് ഒരു പ്രത്യേക ഓർബിറ്റിൽ ഒരു പ്രത്യേക ഓർബിറ്റിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റിവോൾവ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിനെ സംബന്ധിച്ചോളം അതിന്റെ എനർജി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പിന്നെ എപ്പോഴാ ഇത് എനർജി റേഡിയേറ്റ് ചെയ്യുക? അപ്പോൾ ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ ചിലപ്പോൾ എന്ത് ചെയ്യാം? തൊട്ടടുത്ത ഓർബിറ്റിലേക്ക് വേണമെങ്കിൽ ജമ്പ് ചെയ്യാം. അപ്പോൾ എന്താ? സപ്പോസ് ഇറ്റ് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദ ഫസ്റ്റ് ഓർബിറ്റ്, ആഫ്റ്റർ സം ടൈം ഇറ്റ് മേ ജമ്പ് ടു ദ സെക്കൻഡ് ഓർബിറ്റ്. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് ഓർബിറ്റിനും സെക്കൻഡ് ഓർബിറ്റിനും ഒരേ എനർജി അല്ല, ഒരു എനർജി ഡിഫറൻസ് ഉണ്ട്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? when the electron jumps from one orbit to second orbit, or when it is changes from one orbit to another orbit, what will happen? The electron will suffer an energy difference, isn't it? അപ്പോൾ ഈ എനർജി ഡിഫറൻസ് സഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺ എന്ത് ചെയ്യും?
ഹയർ ഓർബിറ്റിൽ നിന്ന്, ഹയർ എനർജി ഉള്ള ഓർബിറ്റിൽ നിന്ന് ചെറിയ എനർജി ഉള്ള ഓർബിറ്റിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ എമിറ്റ് എനർജി, ഇസ്ന്റ് ഇറ്റ്? തിരിച്ചാണെങ്കിലോ, ലോവർ എനർജി ഉള്ള ഓർബിറ്റിൽ നിന്ന് ഹയർ എനർജി ഉള്ള ഓർബിറ്റിലേക്ക് ഇലക്ട്രോണിന് ജമ്പ് ചെയ്യണമെങ്കിലോ ഇറ്റ് ഈസ് നീഡ് എനർജി. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ അബ്സോർബ് എനർജി, ഇസ്ന്റ് ഇറ്റ്? So he explained about the spectra or the emission of radiation from an atom or absorption of radiation by an atom, isn't it? That means electrons are revolving around certain selected circular orbit, and each of these orbits are named as stationary orbit because the energy is fixed in that orbit. പക്ഷെ ആ രണ്ട് ഓർബിറ്റുകൾ എടുത്ത് നോക്കുമ്പോൾ രണ്ട് ഓർബിറ്റിലും എനർജി സെയിം അല്ല. അപ്പോൾ എന്ത് ചെയ്യാം? ഇഫ് ദ ആറ്റം ഈസ് അബ്സോർബിങ് സം എനർജി, or if the electron is absorbing some energy, this electron can jump from lower energy orbit to higher energy orbit. Similarly, if the electron is releasing some energy, then what will happen? The electron will jump from higher energy orbit to lower energy orbit എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ എനർജി ഡിഫറൻസ്, അതായത് സപ്പോസ് ദ എനർജി ഓഫ് എ പർട്ടിക്കുലർ ഓർബിറ്റ് എന്ന് പറയുന്നത് En ആണെന്നും സപ്പോസ് ദ എനർജി ഓഫ് എൻ അനദർ ഓർബിറ്റ് ഈസ് Em, അതായത് nth ഓർബിറ്റിൽ ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സപ്പോസ് ദ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇസ് En. സിമിലർലി സപ്പോസ് mth ഓർബിറ്റിലാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സപ്പോസ് ദ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇസ് Em. സോ വെൻ ഇറ്റ് ഈസ് ജമ്പിങ് ഫ്രം En to Em, ദ ഡിഫറൻസ് ഇൻ എനർജി En minus Em, that will emit as radiation, isn't it? You know what is the energy of a radiation? That is equal to h into u, isn't it? അപ്പോൾ En എന്ന് പറയുന്ന ഒരു എനർജി ഉള്ള ഓർബിറ്റിൽ നിന്ന് Em എന്ന് പറയുന്ന എനർജി ഉള്ള ഓർബിറ്റിലേക്ക് പോകുമ്പോൾ En മൈനസ് Em, അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിരിക്കും ആരെമിറ്റ് ചെയ്യുക? ഈ ആറ്റം എമിറ്റ് ചെയ്യുക, isn't it? അപ്പോൾ ഈ Enഉം Emഉം, അതായത് ഇപ്പോൾ ഫസ്റ്റ് ഓർബിറ്റും സെക്കൻഡ് ഓർബിറ്റും എന്ന് വിചാരിക്കുക. ഈ ഫസ്റ്റ് ഓർബിറ്റും സെക്കൻഡ് ഓർബിറ്റും നമ്മുടെ ഒരു പ്രത്യേക ആറ്റത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഓർബിറ്റിലെ എനർജി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, സെക്കൻഡ് ഓർബിറ്റിലെ എനർജി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ആ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫിക്സ്ഡ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ആറ്റവും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും രണ്ടെണ്ണം തമ്മിലുള്ള എനർജി ഡിഫറൻസ്, ഫസ്റ്റ് ഓർബിറ്റിലും സെക്കൻഡ് ഓർബിറ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് സപ്പോസ് ഒരു 400 നാനോമീറ്ററിന് ഇക്വലന്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? 400 നാനോമീറ്ററുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യും. ഇനി ഫസ്റ്റ് ഓർബിറ്റും തേർഡ് ഓർബിറ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 600 നാനോമീറ്റർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ദാറ്റ് വിൽ എമിറ്റ് 600 നാനോമീറ്റർ. അപ്പോഴെന്താ സംഭവിക്കുക? ഈ 400 നാനോമീറ്റർ 600 നാനോമീറ്റർ എന്ന് പറയുന്ന ഇത് രണ്ടുമാണ് എന്ത് ചെയ്യുന്നത്? ആ പ്രത്യേക ആറ്റം എമിറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ ആറ്റവും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ എന്തായിരിക്കും? രണ്ട് എനർജി ലെവൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസിന് ഇക്വലന്റ് ആയിട്ടുള്ള റേഡിയേഷൻ ആയിരിക്കും അത് എമിറ്റ് ചെയ്യുന്നത്. ആം ഐ റൈറ്റ്? യെസ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ആറ്റം എപ്പോഴും പുറത്തേക്ക് വിടുന്നത് എന്താണ്? ഡിസ്ക്രീറ്റ് സ്പെക്ട്രയാണ്. അതായത് തൊട്ട് മുമ്പെടുത്ത ആറ്റത്തിനെ നോക്കുകയാണെങ്കിൽ 400 നാനോമീറ്റർ ഉള്ള വേവ് ലെങ്ത് പുറത്തേക്ക് വിടാം, 600 നാനോമീറ്റർ പുറത്തേക്ക് വിടാം. അങ്ങനെയുള്ള വേവ് ലെങ്ത് മാത്രമേ പുറത്തേക്ക് വിടുള്ളൂ. അല്ലാതെ തോന്നിയ എല്ലാ റേഡിയേഷനും എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്തേക്ക് വിടാൻ പറ്റില്ല, ഈസന്റ് ഇറ്റ്? അപ്പോൾ ഇതാണ് നമ്മുടെ സോഡിയം വേപ്പർ ലാമ്പ് എടുത്ത് നോക്കുമ്പോൾ സോഡിയത്തിന്റെ ഏതോ രണ്ട് എനർജി ലെവൽ തമ്മിലുള്ള ഡിഫറൻസിന് ഇക്വലന്റ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് എത്രയാണ്? 589 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിന്റെ എനർജിയാണ്. ദാറ്റ്സ് വൈ സോഡിയം വേപ്പർ ലാമ്പ് എമിറ്റ്സ് എ റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് 589 nanometer. So that is about the Bohr atomic model. So it's okay, somewhat okay, because it solved the limitations of Rutherford atomic model. എന്താ? ഒന്ന്, it can explain about the stability of atom. റുദർഫോർഡ് ആറ്റമിക് മോഡൽ എന്തുകൊണ്ടാണ് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്നത്? അതായത് റുദർഫോർഡ് ആറ്റമിക് മോഡലിന്റെ കൺസെപ്റ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ റുദർഫോർഡിന്റെ പോസ്റ്റുലേറ്റ്സ് അനുസരിച്ച്, ദ ഇലക്ട്രോൺ ക്യാൻ അണ്ടർഗോ ഇൻ എ സ്പൈറൽ മോഷൻ, isn't it? But it is not possible in the case of Bohr atomic model. The electron can move in a certain selected circular orbit. ഒരു ഓർബിറ്റ് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഓർബിറ്റ്, അതിൽ രണ്ടിലും മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് സ്പൈറൽ മോഷൻ നടത്തി ഏറ്റവും അവസാനം ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ വന്ന് ഫോൾ ചെയ്ത് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല. സോ ഇറ്റ് എക്സ്പ്ലെയിൻ അബൌട്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം ആൻഡ് ഇറ്റ് എക്സ്പ്ലെയിൻ അബൌട്ട് ദ സ്പെക്ട്രയെ പറ്റി, ഡിസ്ക്രീറ്റ് സ്പെക്ട്രയെ പറ്റി പറയാൻ പറ്റി. അതായത് എന്താ? രണ്ട് എനർജി ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള
സ്പെക്ട്രൽ ലൈൻ ആയിരിക്കും അത് പുറത്തേക്ക് വിടുക. അപ്പോൾ ആറ്റത്തിന് ഒരുപാട് എനർജി ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓരോ എനർജി ലെവലിനും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എത്രയാണോ അതനുസരിച്ചിട്ടായിരിക്കും ആര് പുറത്തേക്ക് വിടുക, നമ്മുടെ ആറ്റം ലൈറ്റ് എമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയേഷൻസ് ആയിരിക്കും ആറ്റം അബ്സോർബ് ചെയ്യുക. സോ ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ അബൌട്ട് ദ spectral lines emitted from an atom or spectral lines absorbed by an atom. So that is about Bohr atomic model. ഇപ്പോൾ Bohr atomic model പോസ്റ്റുലേറ്റ്സ് ഞാൻ ഒന്നും കൂടി പറയുന്നു. Electrons are revolving around positively charged nucleus in certain selected orbits, and angular momentum of electron in each of these orbit is integral multiple of h by 2 pi. അതാണ് ബോറിന്റെ ക്വാണ്ടൈസേഷൻ കൺസെപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെന്താ, electrons does not radiate energy while revolving in a particular orbit, so each orbit is named as stationary energy states, and when the energy of electron will change when it moves from one orbit to another. An electron transition from an inner orbit to outer orbit involves absorption of energy, and from outer orbit to inner orbit involves emission of energy, and the energy of emitted radiation will be equal to En minus Em. En എന്ന് പറയുന്നത് ഒരു ലെവലിന്റെ എനർജി, Em എന്ന് പറയുന്ന മറ്റൊരു എനർജി ലെവലിന്റെ എനർജി. സോ ദ എനർജി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ വിൽ ബി ഈക്വൽ ടു En മൈനസ് Em. ദീസ് ആർ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ ആറ്റമിക് മോഡൽ. അപ്പോൾ ഇത് 4 പോസ്റ്റുലേറ്റ്സ് ആയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ചില ടെക്സ്റ്റുകളിൽ ഇത് 5 പോസ്റ്റുലേറ്റ് ആയിട്ടുണ്ടാവും, ചില ടെക്സ്റ്റുകളിൽ ഇത് 2 പോസ്റ്റുലേറ്റ്സ് ആയിട്ടുണ്ടാവും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഒരിക്കലും പറയാൻ മറക്കരുത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, certain selected circular ഓർബിറ്റിൽ മാത്രമേ പോവുകയുള്ളൂ. പിന്നെ ഒന്നെന്താണ്, ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h by 2 pi. ഇത് ഒരിക്കലും പറയാൻ മറക്കരുത് ബോർ ആറ്റമിക് മോഡലിനെ പറ്റി പറയുമ്പോൾ. ഓക്കെ, താങ്ക് യു. വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.